നമുക്കിന്ന് ചെറിയൊരു യാത്ര പോയാലോ? യാത്രയിൽ എൻ്റെ കൂടെ ഹസ്ബൻഡും പിന്നെ നമ്മുടെ സ്വന്തം കാർത്തിയുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഇന്ന് നമ്മളുടെ ഒരു കുഞ്ഞുവാവയുടെ നൂലുകെട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊന്ന് പോയി കുഞ്ഞുവാവയെ കാണാമെന്നൊരാഗ്രഹം തോന്നി. മാലാക കുഞ്ഞാണ്, പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഒരു രസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ചേച്ചി ക്ഷമയോടെ ഒരുപാട് ഡ്രസ്സുകൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളൊരു ഷോപ്പിലാണ് കയറിയത്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ കൈയില്ലാത്ത ഡ്രസ്സുകളായിരിക്കും രസമുണ്ടാവുക, അവർക്ക് കംഫർട്ട് അതായിരിക്കും. നോക്കിക്ക് കുറേ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ കൈയില്ലാത്തൊരു ഡ്രസ്സ് ഞാൻ മാറ്റിയെടുത്ത് വെച്ചായിരുന്നേ. അതിന് കൂടെ ഒരെണ്ണം കൂടി വേണമെന്ന് തോന്നി. പക്ഷേ അത് എത്ര നോക്കിയിട്ടും അങ്ങോട്ട് ഒരു തൃപ്തി ആവുന്നില്ല. ആ സമയത്താണ് ഈ ഒരു ഉടുപ്പ് കണ്ടത് കേട്ടോ. ട്രഡീഷണലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതിന് കൈയുണ്ട്, എന്നാലും അതിൻ്റെ ആ ഒരു, ഞാൻ ഓൾറെഡി ഒരു പച്ച ലവർ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, അതിനകത്തൊരു ഗ്രീൻ കളറും കൂടി വന്നപ്പോൾ, കസവിൻ്റെ കൂടെ ഗ്രീനും കൂടി വന്നപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നേ? അങ്ങനെ ഇതേണ്ട കുഞ്ഞു മാലാക കുട്ടിക്ക് ഈ രണ്ട് കുഞ്ഞു ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇറങ്ങുന്നത്. നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ വാവയെ കാണാനായിട്ട്. അങ്ങനെ നമ്മളത് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് നമ്മൾ യാത്ര തിരിച്ചു. നമുക്കറിയാത്തൊരു സ്ഥലമാണ്, കുറച്ച് ഗൂഗിൾ മാപ്പിൽ ഒന്ന് കറങ്ങേണ്ടി വന്നു. പക്ഷേ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഈ തിരക്ക് പിടിച്ച തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൺമണിയെ കണ്ടു കേട്ടോ. നല്ല ഉറക്കമായിരുന്നു ആള്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ഈ ഒരു സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ്സാണ് ആ വാവയെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ. ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ സന്തോഷമായിരുന്നേ. അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു യാത്ര ഇവിടെ തീരുകയാണ്. താങ്ക് യു.